പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തൃശ്ശൂർ പൂരമാണ്. പേരിൽ തൃശ്ശൂർ ഉണ്ടെങ്കിലും തൃശ്ശൂർ പൂരം കേരളത്തിൻ്റെ മുഴുവൻ ആഘോഷമാണ്. നാം ഇന്ന് കാണുന്ന പൂരത്തിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടതാണ്. ആ കഥ ഇങ്ങനെയാണ്. 2 നൂറ്റാണ്ടിന് മുൻപ് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന കാലം. അന്ന് തൃശ്ശൂർ പൂരത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആറാട്ടുപുഴ പൂരവും. പല ദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ നിന്ന് ഘോഷയാത്രയായി ആറാട്ടുപുഴ പൂരത്തിലേക്ക് എത്തും. ഹിന്ദു മതപ്രകാരം പറയുകയാണെങ്കിൽ 30 മുക്കോടി ദേവതകളും ആറാട്ടുപുഴ പൂരത്തിന് പോകുമെന്നാണ്. 1796 വലിയൊരു മഴയെ തുടർന്ന് അന്ന് തൃശ്ശൂർ ദേശക്കാർക്ക് ആറാട്ടുപുഴ പൂരത്തിനെത്താൻ സാധിച്ചില്ല. അല്പം വൈകി എന്ന കാരണം കൊണ്ട് തൃശ്ശൂർ ദേശത്തെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്നും വിലക്കി. ഇതറിഞ്ഞ ശക്തൻ തമ്പുരാന് വളരെ വിഷമായി. അങ്ങനെ ശക്തൻ തമ്പുരാൻ ഒരു തീരുമാനമെടുത്തു. ഇനി പൂരം വടക്കുംനാഥന്റെ മണ്ണിലാണെന്ന്. തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് തൃശ്ശൂരിന്റെ നഗരമധ്യത്തിലുള്ള വടക്കുംനാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും ക്ഷേത്ര മൈതാനത്തുമാണ് ചടങ്ങുകൾ നടക്കുന്നത്. അതായത് വടക്കുംനാഥന് പ്രത്യേകിച്ച് പൂജകളൊന്നുമില്ല. വടക്കുംനാഥിൽ നിന്നും ദേവൻ പുറത്തേക്ക് എഴുന്നള്ളുന്നുമില്ല. പൂരത്തിന്റെ തലേ ദിവസം നൈതലക്കാവിലെ അമ്മ വന്ന് തെക്കേ ഗോപുരം തുറന്ന് ശ്രീമൂല സ്ഥാനത്തെത്തി പൂരവിളംബരം നടത്തുന്നു. പൂരത്തിന്റെ ദിവസം ആദ്യം എത്തുന്നത് കണിമംഗലം ശാസ്താവാണ്. ഘടകപൂരങ്ങളിൽ ആദ്യത്തെ പൂരമായ കണിമംഗലം പൂരം. കണിമംഗലം ശാസ്താവ് ഇവിടെ എത്തുന്നതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. രാവിലെ വന്ന് വടക്കുംനാഥനിൽ ഒരുക്കങ്ങളെല്ലാം ആയോ എന്നറിയാനാണ് ശാസ്താവ് എത്തുന്നത്. കണിമംഗലം ശാസ്താവ് ദേവഗുരുവായ ബൃഹസ്പതിയുടെ രൂപത്തിലാണ് പ്രതിഷ്ഠയുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരു വന്നാൽ വടക്കുംനാഥൻ പോലും എഴുന്നേറ്റ് നിൽക്കണമെന്നാണ്. അതുകൊണ്ട് തെക്കേ ഗോപുരം വഴി കടന്ന് സൈഡിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിയാണ് ശാസ്താവ് ചെയ്യുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് കുടമാറ്റാണ്. ഈ കുടമാറ്റത്തിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാട് ദേവസ്വവും തമ്മിലുള്ള മത്സരമാണ് അതിന് പിന്നിലുള്ളത്. തൃശ്ശൂർ പൂരത്തിന് കുറേ നാൾ മുന്നേ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടരും. ഒരുപാട് വർണ്ണക്കുടകൾ അവരങ്ങനെ തീർത്തു വെക്കും. ആരെയും കാണിക്കാതെ വെക്കുന്ന കുട അന്നേ ദിവസമാണ് ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ അന്നേ ദിവസം തൃശ്ശൂരിലേക്ക് എത്താറുണ്ട്. പിന്നെ പൂരത്തിന്റെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത് രാത്രി എഴുന്നള്ളിപ്പും തൃശ്ശൂർക്കാരെ മുഴുവൻ ആവേശത്തിലാഴ്ത്തുന്ന രാവിലെ 3:30 നടക്കുന്ന പൂരവെടിക്കെട്ടുമാണ്. പിന്നീട് പകൽപൂരത്തോടെ 2 ഭഗവതിമാരും ഉപചാരം ചൊല്ലിത്തിരിക്കുന്നു. പിന്നെ കാത്തിരിപ്പാണ് നീണ്ട ഒരു വർഷത്തിന്റെ.